ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നും വരുന്ന പോലെ റെസിപ്പി ആയിട്ടല്ല, ഒരു ചെറിയ കഥയുമായിട്ടാണ്. ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കുക്കർ അവിയലിട്ടിരുന്നു, സൂപ്പർ ഫാസ്റ്റ് കുക്കർ അവിയൽ എന്ന് പറഞ്ഞിട്ട്. അത് ഇട്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, ആരായിരിക്കാം ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കിയത്, എവിടെയായിരിക്കാം ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കിയെന്ന്. ആ അന്വേഷണം ചെന്ന് എത്തിച്ചേർന്നതോ നമ്മുടെ മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിലെ വിരാട പർവ്വത്തിലാണ്. എനിക്ക് തോന്നുന്നു 4-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. അപ്പോൾ വിരാടപർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗരവരോട് ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ ഓരോരോ പേരുകളിലായിട്ട് ഇങ്ങനെ അജ്ഞാതവാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അവസാനത്തെ വർഷമായപ്പോഴത്തേക്ക് അവര് ഈ രാജസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം മത്സ്യരാജ്യത്തിലെ രാജാവായ വിരാട് രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ വന്നിട്ട് അവർ ഓരോരോ പേരുകളിൽ അവർ ജോലി ചെയ്ത് കൊട്ടാരത്തിൽ അവർ താമസിച്ചു വന്നു, ഈ 5 പേരും ദ്രൗപദിയും. അപ്പൊ അതില് നമ്മുടെ ഏറ്റവും മൂത്ത ആളായ പഞ്ചപാണ്ഡവരിലെ മൂത്ത ആളായ യുധിഷ്ഠിരൻ കൻക എന്നുള്ള പേരില് രാജാവിന്റെ കൂടെ ചൂതുകളിയിലും ചെസ്സുകളിലൊക്കെ ഏർപ്പെട്ട് രാജാവിനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ പോലെ ടിവിയും യൂട്യൂബ് ചാനൽസും ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ അവർക്ക് മാർഗമുള്ളൂ. അപ്പൊ രാജാവിനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ 2-ാമത്തെ ആളായ ഭീമസേനനാണെങ്കിൽ വല്ലവൻ എന്നുള്ള പേരില് അവരുടെ റോയൽ കിച്ചണിലെ മാസ്റ്റർ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അപ്പോയിന്റഡ് ആയി. പിന്നെ 3-ാമത്തെ ആള് അർജുനനാണെങ്കിൽ ആ ഒരു വർഷക്കാലത്തോളം ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിന് പുറകെ ഒരു കഥയുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ട് ബൃഹന്നള എന്നുള്ള പേരിലാണ് അർജുനൻ അവിടെ കഴിഞ്ഞത് കൊട്ടാരത്തില്. അവിടെ വിരാട് രാജാവിന്റെ മകളായ ഉത്തരയുടെ ഡാൻസ് ആൻഡ് മ്യൂസിക് ടീച്ചറായിട്ടാണ് കഴിഞ്ഞത്. ഉത്തര മാത്രമല്ല, അവരുടെ തോഴിമാരും എല്ലാവരും കൂടെ അങ്ങനെ ഈ അർജുനന്റെ കീഴില് പല വിദ്യകൾ അഭ്യസിച്ചുകൊണ്ടിരുന്നു, പാട്ടുകളും ഡാൻസുകളും ഒക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ വീണ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നകുലനും സഹദേവനും ആണെങ്കിൽ വേറെ ഓരോരോ പേരുകളിലായിട്ട്, നകുലനാണെങ്കിൽ അവരുടെ കുതിരകളുടെ കെയർടേക്കറായിട്ടും സഹദേവനാണെങ്കിൽ അവരുടെ പശുക്കളുടെ കെയർടേക്കറായിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. ദ്രൗപദി ആണെങ്കിൽ സൈരന്ധ്രി എന്നുള്ള പേരില് ഈ ഉത്തരയുടെ, അതായത് ഈ രാജാവിന്റെ മകളുടെ തോഴിയായിട്ടും ഹെയർ ഡ്രസ്സറായിട്ടും ഒക്കെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കൊട്ടാരത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ പോലെ 4-5 ആൾക്കാരൊന്നും അല്ല. ഒരു 10-10,000 പേരൊക്കെ ഒരു ദിവസം ഭക്ഷണത്തിനുണ്ടാവും. രാജാവിന്റെ ബന്ധുക്കളായിട്ടും പരിവാരങ്ങളായിട്ടും ആശ്രിതരായിട്ടും ഗസ്റ്റുകളായിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ ദിവസവും ഓരോരോ പ്രത്യേക ഡിഷുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭീമനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇപ്പൊ ചില സമയങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പച്ചക്കറികൾ ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടായിന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സൈഡ് ഡിഷായിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം നേരെ വെള്ളരിക്ക ആകെപ്പാട് 2-3 ഉള്ളൂ. ഈ 10-10,000 പേർക്ക് 2-3 വെള്ളരിക്ക കൊണ്ടുണ്ടാക്കാൻ പ്രയാസമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭീമസേനൻ ഈ അവിടെയുള്ള കലവറയിലുള്ള പച്ചക്കറികളെല്ലാം വെട്ടി നുറുക്കി വലിയൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയുണ്ട്, അതിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചു, കുറെ തേങ്ങയും ചിരവിയിട്ടു. അങ്ങനെ ഒരു വലിയ ചട്ടുകം കൊണ്ടാണ് ഈ ഭീമസേനൻ കൊട്ടാരത്തിൽ പോയെന്നാണ് കഥയിൽ പറയുന്നത്, മഹാഭാരതത്തില്. അപ്പൊ ആ ചട്ടുകം കൊണ്ട് ഇളക്കി ഈ കറി ഉണ്ടാക്കി രാജാവിന് പിന്നെ അതിഥികൾക്കും എല്ലാം വിളമ്പുകയും അവർക്കെല്ലാവർക്കും ഈ പുതിയ കറി ഒരുപാട് ഇഷ്ടമാവുകയും ഭീമസേനനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കഥ. 2-ാമത്തെ കഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വരുന്നത് കേരളത്തിലാണ്. സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലാണ് ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കിയെന്നാണ് കേരളത്തിലത്തെ ഐതിഹ്യം. സ്വാതി തിരുനാളിന്റെ കാലത്ത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു ആചാരമാണ്, ഇപ്പോഴും ആ ആചാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മുറജപം എന്ന് പറഞ്ഞ ആചാരമാണ്. അപ്പൊ അത് കുറെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആചാരമാണ്. അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പണ്ഡിതന്മാരും അതിഥികളും ഒക്കെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരും. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇതേ പ്രശ്നം തന്നെ അവിടുത്തെ മാസ്റ്റർ ഷെഫിനും ഉണ്ടായി. എന്നും എന്ത് ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ ചില സമയങ്ങളിൽ പച്ചക്കറികൾക്ക് ക്ഷാമം വരാനും പറ്റും. കാരണം ഈ ബ്ലിങ്കിറ്റും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാമാർട്ടും ഒന്നും അപ്പൊ അവിടെ ഇല്ലല്ലോ, ആ സമയത്തൊന്നും ഇല്ല. അപ്പൊ അവിടെ പെട്ടെന്ന് പച്ചക്കറി കിട്ടാനൊന്നും ഒരു ചാൻസും ഇല്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ ഫാസ്റ്റ് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ അല്ല. അപ്പൊ അതൊക്കെ പച്ചക്കറികളൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ മാസ്റ്റർ ഷെഫ് ചെയ്ത പണി എന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളും യൂണിഫോം ആയിട്ട് അരിഞ്ഞു വേവിച്ചു, അതിൽ വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ചു, ഉപ്പും മഞ്ഞളും ഇട്ടു, തേങ്ങ ചിരവിയത് ഇട്ടു, പിന്നെ ജീരകം, വെളിച്ചെണ്ണ, കറിവേപ്പില ഇതെല്ലാം ഇട്ടു അവിയൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഈ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഷിന്റെ ഫ്ലേവറും അതിന്റെ റീസോഴ്സ്ഫുൾനെസ്സും ഒക്കെ ഈ രാജാവിനും രാജാവിന്റെ അതിഥികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നും ഈ മാസ്റ്റർ ഷെഫിനെ ഒരുപാട് അഭിനന്ദിച്ചു എന്നുമാണ് അവിയലിന്റെ കഥ. അപ്പൊ അവിയലിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുമായിട്ട് ഞാൻ വരാം. പിന്നെ ഈ കഥകളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. ഇതൊന്നും ഞാൻ അങ്ങനെ ഒതന്റിക് ആയിട്ട്, ഞാൻ മഹാഭാരതമൊക്കെ വായിച്ചൊക്കെ നോക്കി, എന്നാലും അറിയില്ല ഇത് എത്രമാത്രം ശരിയാണ് ഈ കഥകളെന്നൊക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. പിന്നെ എന്താ,
കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഏതായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭീമസേനൻ അരിഞ്ഞത് കൊണ്ടായിരിക്കാം അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ഇത്രയും വലുതായതെന്നാണ്. പിന്നെ വെള്ളത്തിൽ വേവിച്ചത് കൊണ്ടാണ് ഇതിന് അവിയലിന്റെ പേര് വന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോഴും കുറെ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് watch my videos to support me. Okay, thank you.